ഹലോ ഗായ്സ്, വെൽക്കം ടു ക്യൂബിക്സ്. ഇന്ന് ഞങ്ങൾ ക്യൂബിക്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് JBLന്റെ ബാസ് പ്രോ ഹബ് എന്ന് പറഞ്ഞ സബ് വൂഫറാണ്. ഇതൊരു ആക്റ്റീവ് സബ് വൂഫറാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒരു പ്രൊഡക്റ്റാണ്. അതായത് നമ്മുടെ കാറിന്റെ ഡിക്കിയിൽ സ്പേസ് പോവാതെ നമ്മുടെ സ്റ്റെപ്നി വീലിന്റെ അകത്ത് സെറ്റ് ചെയ്യുന്ന ഒരു സബ് വൂഫറാണ്. എന്താണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കിത് ഏർലി വെരി എക്സ്പെൻസീവ് ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതായത് നമുക്കൊരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബവ് 30K, അതായത് ഒരു 35 to 40 പല റേറ്റിൽ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ഇതിൻ്റെ MRP നമുക്ക് 29,990 ആയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് നോർമലി ഉള്ള എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലേക്ക് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ ബാസ് പ്രോ ഹബുമായി വീണ്ടും ക്യൂബിക്സ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പെക്യുലിയാരിറ്റി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ നിങ്ങൾ ഈ സൈസ് കാണുന്ന ഇതിൻ്റെ സബ് വരുന്നത് ഇതിൻ്റെ ഇൻസൈഡിലാണ്, താഴോട്ടാണ് ഇതിൻ്റെ സബ് വരുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി 10 inch 12 inch ഇങ്ങനെയാണ് നമ്മൾ സബ് വൂഫേഴ്സിന്റെ സൈസ് പറയുന്നത്. പക്ഷെ ഇതിന്റെ സൈസ് 11 ഇഞ്ചാണ്. ഈ ബാസ് പ്രോ ഹബിന്റെ വൂഫർ സൈസ് വരുന്നത് 11 ഇഞ്ചാണ്. ഇതിന്റെ ആക്ച്വൽ RMS വരുന്നത് 200 watts ആണ് ഇതിന്റെ RMS വരുന്നത്. ഏറ്റവും വലിയ പെക്യുലിയാരിറ്റി, എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഡിക്കി സ്പേസ് പോവോ? നോ പ്രോബ്ലം. കാരണം നിങ്ങളുടെ ഡിക്കി ഇപ്പോൾ ഒരു ഹാച്ച് ബാക്കോ അതല്ലേ ഒരു SUV ആണെങ്കിൽ, നിങ്ങളുടെ ഇപ്പൊ ഇന്നോവ പോലുള്ള അല്ല ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ ഡിക്കിക്കകത്ത് സ്റ്റെപ്പിനി ഇരിക്കുന്നതിൻ്റെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ക്ലാമ്പ് ഉണ്ട്, സ്റ്റെപ്പിനി മുറുക്കുന്ന ക്ലാമ്പ്. അത് അഴിച്ചു മാറ്റിയിട്ട് ഈ സബ് അതിൻ്റെ മുകളിൽ നേരെ വെക്കുന്നു. നമുക്ക് ഇതിലൂടെ ടൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലാമ്പ് കമ്പനി തന്നെ നമുക്ക് സെപ്പറേറ്റ് തന്നിരിക്കുകയാണ്. ഇതുണ്ട്, ഇതേപോലെ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ക്ലാമ്പും അതിൻ്റെ തന്നെ ഒരു കണക്റ്റിംഗ് റോഡും നമുക്ക് തന്നിട്ടുണ്ട്. പ്ലസ് നമുക്കിതിൻ്റെ കൺട്രോളിനായിട്ട് ഇതേപോലെ ഒരു റിമോട്ട് കൺട്രോൾസ് നമുക്ക് തന്നിരിക്കുക. ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഗെയിൻ കൺട്രോൾ, അതായത് അതിൻ്റെ വോളിയം ലെവല്, സെക്കൻഡ് ബാസ് ബൂസ്റ്റ്, തേർഡ് നിങ്ങളുടെ ഫ്രീക്വൻസി ഫിൽട്ടർ, ലാസ്റ്റ് സ്വിച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫേസ് സെറ്റ് ചെയ്യാനാണ്, അതായത് സബിൻ്റെ ഫേസ് സെറ്റ് ചെയ്യാനാണ്. ഈ സബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് MRP 30,000 വരുന്നുള്ളൂ, അതായത് 29,990. നമുക്ക് ഹൈ ഇൻപുട്ടും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈവൻ കമ്പനി സ്റ്റോക്ക് സ്റ്റീരിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു വൈ കേബിൾ ഇട്ടിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാം, വാറണ്ടി പോവില്ല. അതാണ് ഞാൻ അടുത്ത് പറഞ്ഞു വരുന്നത്. നമുക്ക് ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും വൈ കേബിൾസ് അവൈലബിൾ ആണ്, സ്റ്റീരിയോയുടെ ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് സബ് ലൈൻസ് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു ബൈപ്പാസ് വൈ കേബിൾ ഇട്ടിട്ട് നേരെ ഹൈലോ ഇൻപുട്ട് നിങ്ങൾക്ക് സബിലേക്ക് കണക്ട് ചെയ്യാം. അതല്ല നിങ്ങളൊരു കൂടിയ ഹൈലോ കൺവേർട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കണക്ഷൻ കൊടുത്തിട്ട് നേരെ ഇതിൻ്റെ കേബിളിൽ RC ഇന്നുണ്ട്, RC ഇന്ന് കൊടുക്കാവുന്നതാണ്. സോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ക്യൂബിക്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് JBLന്റെ ബാസ് പ്രോ ഹബ്ബാണ്. നിങ്ങൾക്ക് സ്പേസ് പോവാതെ ഏറ്റവും നന്നായിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു സബ് ഗെയിൻ എഫക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കായിട്ട്. സോ JBL ബാസ് പ്രോ ഹബ്. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ക്യൂബിക്സ് കസ്റ്റം വർക്സ്.